അങ്ങനെ ആണ് ഞങ്ങൾ തിരക്കി പിടിച്ച് അവിടെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ വീണ ഗില്ലെന്ന് പറയുന്ന ആളെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. അക്ഷരാർത്ഥത്തിൽ ആദ്യത്തെ ഒരു നോട്ടത്തിൽ വിചാരിച്ചതിൻ്റെ പിന്നിൽ മറ്റാരുമില്ല, ഒരുപക്ഷെ ഇതിൻ്റെ മൊത്തം കാര്യങ്ങളും നോക്കി നടത്തുന്നത് വീണ തന്നെ ആയിരിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ ഒരു കസ്റ്റമൈസ്ഡ് അല്ലെങ്കിൽ ഒരു കസ്റ്റമറിനെ കയറി അല്ലെങ്കിൽ കസ്റ്റമറിനെ കിട്ടണം എന്നുള്ള നിർബന്ധ വാശിയോടുകൂടി ഒരിക്കൽ പോലും വീണ ഞങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ചും ഒരു നോർമൽ കസ്റ്റമർ വന്നു, അവരുടെ ഫാക്ടറികളും കാര്യങ്ങളും ഒക്കെ വന്ന് പറഞ്ഞു. ആദ്യമായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡ്രോയിങ് വരച്ച് തരാം, അതിന് ഇത്ര രൂപ ചാർജസ് ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെയും കൊണ്ട് വേണമെന്നുണ്ടെങ്കിലും ഡ്രോയിങ് അതിൻ്റെ പണി വർക്കുമ്പോൾ ചെയ്യിക്കാം, അതിന് ഞങ്ങൾക്ക് ഒബ്ജക്ഷൻസ് ഒന്നുമില്ല. അതല്ല ഞങ്ങൾ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളത് ചെയ്തു തരാം. ഇതാണ് ഞങ്ങളുടെ സിസ്റ്റം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം, ഇത്രമാത്രം വലിയ പ്രസ്ഥാനമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഒരു കസ്റ്റമർ അവിടെ ചെല്ലുമ്പോൾ ആ കസ്റ്റമറിനെ പ്ലീസ് ചെയ്ത് ആ ബിസിനസ് വേണമെന്നുള്ള യാതൊരു വാശിയും കാണിക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള ലെവലിൽ കൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. അങ്ങനെയാണ് ആദ്യമായിട്ട് ആ ഓഫീസിൽ വരികയും എനിക്ക് അതിനകത്ത് 1-2 പ്രോജക്ട്സുകൾ അന്നേരം തന്നെ കാണിക്കുകയും ചെയ്തപ്പോൾ വളരെ ഇമ്പ്രസ്ഡായി. ഞാൻ കഴിഞ്ഞ 3 വർഷം 4 വർഷം കൊണ്ട് പല ശ്രമങ്ങളും നടത്തിയ ഒരു സംഭവത്തിന് ഒരു യാഥാർത്ഥ്യം അവിടെ അതിനുശേഷം ഈ വീടിനകത്ത് താമസം തുടങ്ങിയതിന് ശേഷം സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. ഞാനത് അന്നേരം ആ നിമിഷങ്ങളെല്ലാം ഞാൻ പ്രശാന്തിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയായിരുന്നു. പ്രശാന്ത് പറഞ്ഞ വാക്കുകൾ എത്ര അക്ഷരാർത്ഥത്തിൽ അത് നിർവഹിക്കപ്പെട്ടു എന്ന് ഞാൻ ചിന്തിക്കും. കഴിഞ്ഞ 4 വർഷം 5 വർഷക്കാലമായിട്ട് ഞാനൊരു കാര്യം നടത്താനായിട്ട് എത്ര ശ്രമം നടത്തിയെന്നൊക്കെ ഏതെല്ലാം വഴികളിലൂടെ സഞ്ചരിച്ചെന്നൊക്കെയും പറ്റാത്ത ഒരു കാര്യമാണ് ഞാൻ ഈ ഭവനത്തിൽ കയറി പ്രവേശിച്ചിവിടെ എൻ്റെ പിറ്റേന്ന് സംഭവിച്ചു എന്നുള്ളൊരു വലിയ ഒരു സത്യമാണ്. അതെങ്ങനെയാണ് ഒരു പക്ഷേ ഞാനിപ്പോഴും അതിശയോക്തിയോടുകൂടി തന്നെ എന്നെ നോക്കിക്കാണുന്നത്. എങ്ങനെയാണ് ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി പ്രശാന്തിന് ഇത് പറയാൻ സാധിച്ചത്? ഇതിനകത്തൊരു പ്രത്യേക പോസിറ്റീവ് എനർജി ഇവിടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് താമസം തുടങ്ങിക്കുള്ളൂ, ഇതിനകത്ത് എല്ലാ ഐശ്വര്യവും ഉണ്ടാവും. ആ ഐശ്വര്യത്തിൻ്റെ തുടക്കം അതിൻ്റെ ആരംഭത്തിൽ തന്നെ കുറിച്ചു. എന്നെ മുന്നോട്ട് നയിച്ചിട്ടുള്ള ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 10-300-400 ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പക്ഷേ ആ കമ്പനിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു മോശപ്പെട്ട ഒരു അഭിപ്രായം സ്വാഭാവികമായിട്ട് പറയാൻ എവിടെ ആയാലും സാധ്യതയുണ്ട്. ഇത് സബ് കോൺട്രാക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും പല ആൾക്കാരും ഇവിടെ വരുമ്പം ഇവർക്ക് ആർക്കും പ്രശാന്തിൻ്റെ ജോബിനെക്കുറിച്ച് യാതൊരു സംശയമില്ല. അതിനെന്നിൽ ധാരാളം ആത്മവിശ്വാസം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, പ്രശാന്തിൻ്റെ അവിടെ ചെയ്യുന്ന എന്താണെന്നും ഏത് ചെയ്യുന്നതിനുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഇൻ്റർഫിയർ ചെയ്യാനേ പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ വിട്ടുകൊടുത്തു. ഇതിൻ്റെ ടൈൽ സെലക്ഷനോ അല്ലെങ്കിൽ ഇതിൻ്റെ ബാത്റൂംസിൻ്റെ ടൈൽ സെലക്ഷനോ ഒന്നിനും ഇടപെട്ടില്ല. എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞ് നടന്നപ്പോൾ ഒരു മായാ ലോകത്തിലേക്ക് അദ്ദേഹം നമ്മളെ വായിച്ചു കൊണ്ടുപോകായിരുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സത്യം. പിന്നെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് ചോദിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഈ ഇൻറ്റീരിയർ ഡെക്കറേഷൻ്റെ പൂർത്തീകരണത്തിന് ശേഷം ജനങ്ങളെ മുഴുവൻ ഇവിടെ വന്നു കൂടിയ ജനങ്ങളെ മൊത്തം ഞെട്ടിക്കുന്ന ഏറ്റവും വലിയൊരു സംഭവം ഇതിന് എത്ര കോടികളായെന്നുള്ളതാണ് ഒരു ചിന്തയിലേക്കാണ് കൊണ്ടുപോയത്. എന്ന് പറഞ്ഞാൽ ഞാൻ ചിലവഴിക്കുന്നതിനെക്കാട്ടും ഒക്കെ 3-4 ഇരട്ടിയായിട്ടാണ് ജനങ്ങൾ മതിച്ച് ഇവിടുന്ന് പോയേക്കുന്നത്. അന്നേരം അതിനെല്ലാം എന്നെ എക്കണോമിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് എവിടെല്ലാം സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ആ ഭാഗങ്ങളെല്ലാം അദ്ദേഹം ഭംഗിയായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. അനാവശ്യമായിട്ട് ഒരു പൈസ പോലും അവിടെ ഇവിടെയും കളയാത്ത വിധത്തിലുള്ള ഉപദേശങ്ങൾ അന്ന് മൂലം തന്നു. അല്ലെ, എനിക്ക് പൈസയുണ്ട്, അതെങ്ങനെയെങ്കിലും ചിലവഴിക്കട്ടെ, അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് അങ്ങനെ പറ്റൂ, ഇതിങ്ങനെ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിലൂടെ പോകാതെ മറിച്ച് തികച്ചും ഒരു കസ്റ്റമറിൻ്റെ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും തക്ക സമയത്ത് തന്നുകൊണ്ട് ഏറ്റവും ഭംഗിയായി മനോഹരമാക്കി തീർക്കാനായിട്ട് തന്നെ ശ്രമിച്ചു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പ്രശാന്തിൻ്റെ സാന്നിധ്യം ഇവിടെ എല്ലാ ദിവസവും എല്ലാ കാലവും ഇല്ലായിരുന്നെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ടീമെന്ന് പറയുന്നത് വെരി ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരു വലിയ ടീം തന്നെയാണ് ഈ ബിൽഡിങ്ങിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി കിരൺ എന്ന് പറയുന്ന ഒരാൾ 24 hours ഈ പ്രോജക്റ്റിൻ്റെ കൂടൊപ്പം തന്നെ ഉണ്ട്. അത് പകലെന്നോ രാത്രിയെന്നോ ഒന്നുമില്ല.
ഓരോ ടീം വരുമ്പോഴും അവർ ഫുൾ ടൈം അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ അന്നേരം വാട്സപ്പിലായാലും ഫോണിൽ കൂടെ ആയാലും മെസ്സേജ് കൊടുത്തിട്ട് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻ കൃത്യസമയത്ത് ചെയ്ത് കൊടുത്തത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ പ്രോജക്റ്റ് ഇത്ര ഭംഗിയായി തീർത്തിരുന്നു.